നമസ്കാരം, ഇവർക്കും ഡെയിലി ന്യൂസിന് ശശി സ്വാഗതം. സൊക്കെ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ സീൻ ആസ് എ പില്ലർ ഓഫ് സ്റ്റെബിലിറ്റി സേസ് പി എം എന്നുള്ളതാണ്. ഓക്കെ, 10th എഡിഷൻ ഓഫ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് ഇനോഗ്രേറ്റ് ചെയ്ത വേളയിലാണ് അദ്ദേഹം ഈ കാര്യം ഇന്ത്യയെ കുറിച്ചിട്ട് പറയുന്നത്. ഇന്ത്യ സീൻ ആസ് എ പില്ലർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാടധികം അൺസർട്ടനിറ്റീസ് നിൽക്കുന്നുണ്ട്. ഇപ്പം റഷ്യ ഉക്രൈൻ വാർ ആയിട്ടും, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വാർ ആയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റെഡ് സീയിൽ നടക്കുന്ന ഒരുപാടധികം ടെൻഷൻസ്, ഇങ്ങനെ ഗ്ലോബൽ ലെവലിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് നിൽക്കുമ്പോഴും ഇന്ത്യ ഒരു പില്ലർ ഓഫ് സ്റ്റെബിലിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ ഈ വാക്കുകളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്ലോബൽ ഓഫ് ഈ പറഞ്ഞ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുമ്പോഴേക്കും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നിലവിൽ ഇന്ത്യക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത്. ഇപ്പം ഇതിനകത്ത് തന്നെ ഗ്ലോബൽ സൗത്ത് എന്നുള്ള വാക്യം നമ്മൾ ഒരുപാടധികം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് DNA ക്ലാസ്സുകളിലൊക്കെ. എസ്പെഷ്യലി G20 ഒക്കെ നടന്ന ഈ വർഷം ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു G20യുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാടധികം എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വാക്ക് കൂടിയായിരുന്നു ഗ്ലോബൽ സൗത്ത്. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് നമ്മൾ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നിക്വാളിറ്റിയുടെ ഒരു രൂപം അതിനകത്ത് കടന്നു വരുന്നുണ്ട്. നമ്മളൊരു കമ്പാരിസൺ ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പകരം പുതിയ വാക്യങ്ങളാണ് ഈ ഗ്ലോബൽ സൗത്തും അതേപോലെ ഗ്ലോബൽ നോർത്തും. അതായത് പണ്ട് നമ്മൾ ഈ ഡെവലപ്ഡ് എന്ന് വിളിക്കുന്ന രാജ്യങ്ങളായിരുന്നു, ഇന്ന് നമ്മൾ ഗ്ലോബൽ നോർത്ത് കൺട്രീസ് എന്ന് വിളിക്കുന്നു. അതേപോലെ ഡെവലപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഗ്ലോബൽ സൗത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇന്ത്യ ഈ ഒരു ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡറായിട്ട് മാറാനായിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ആ തരത്തിലേക്ക് ഇന്ത്യ വളർന്നു വരുന്നുണ്ട്. സോ എന്തായാലും ഇന്ത്യ ഇസ് എ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത്, ആൻ എഞ്ചിൻ ഓഫ് ഗ്രോത്ത് ഇൻ ദ ഗ്ലോബൽ എക്കണോമി, എ ടെക്നോളജി ഹബ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ, എ പവർ ഹൗസ് ഓഫ് ടാലന്റഡ് യൂത്ത്. അതായത് ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള, അതായത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, ആ ഒരു യൂത്ത് പോപ്പുലേഷനൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ പോപ്പുലേഷൻ ഉള്ളതും ഇന്ത്യ തന്നെയാണ്. അതേപോലെ തന്നെ ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ കാര്യത്തിലും ഇന്ത്യ തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ വരികളിലൂടെ, ഈ വാക്കുകളിലൂടെ, പില്ലർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതിലൂടെ പ്രൈം മിനിസ്റ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് എ ഫസ്റ്റ്, ഇത് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് നമ്മൾ പറഞ്ഞു. വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് ഫസ്റ്റ് സമ്മിറ്റ് നടന്നത് 2003 ഇത് ബേസിക്കലി പറയുവാണെങ്കിൽ ഗുജറാത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡൽ മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. 2003 തുടങ്ങിയതായിരുന്നു. അന്ന് ആ സമയത്ത് നരേന്ദ്രമോദി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരിയഡ് തുടങ്ങിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു ഇതിന്റെ 20ാമത്തെ വാർഷികം. ഈ ഒരു ഗ്ലോബൽ സമ്മിറ്റ് ഓഫ് ഗുജറാത്ത് സമ്മിറ്റിന്റെ 20th ആനിവേഴ്സറി ബേസിക്കലി കഴിഞ്ഞ വർഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ടു ഗീവ് എ ബൂസ്റ്റ് ടു ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഗുജറാത്ത്, പർട്ടിക്കുലർലി ഗുജറാത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുക, അതുവഴി നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലേക്കുള്ള ഒരു ബൂസ്റ്റ് കൂടിയാണ് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഫോറം ഈസ് റിനൗണ്ട് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ബിസിനസ് നെറ്റ്വർക്കിംഗ്, നോളജ് എക്സ്ചേഞ്ച് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എയിംഡ് അറ്റ് ഫോസ്റ്ററിംഗ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഗ്രോത്തും അതേപോലെ ഗ്രോത്ത് എന്ന് പറയുമ്പോഴേക്കും ഏത് രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് ആണ് ഇതിലൂടെ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേർത്തുകൊണ്ടിട്ടുള്ളത്, അതിനകത്ത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഏരിയ തിരിച്ചുള്ള വ്യത്യാസങ്ങളൊന്നും പാടില്ല. ഇൻക്ലൂസീവ് ഗ്രോത്തും അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും, ന്യൂവർ ആൻഡ് ക്ലീനർ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും ഇത് ഓർത്തിരിക്കാം. പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ള ഫോർ ദ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ MP ലാഡ് സ്കീമും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം നമ്മുടെ അടുത്ത ലോക്സഭ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ UPSC ഒന്ന് പ്രിലിംസിന് ചോദിച്ചൊരു ഏരിയയും കൂടിയായിരുന്നു. ഈ MP ലാഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം എന്നാണ് ബേസിക്കലി വരുന്നത്. അങ്ങനെ അതിന്റെ ഷോർട്ട് ഫോം ആണ് MP ലാഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ്സ് എ സെൻട്രൽ സെക്ടർ സ്കീം. സെൻട്രൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കീമുകൾ രണ്ട് രീതിയിലാകാം, സെൻട്രൽ സെക്ടർ ആകാം അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസേഡ് ആകാം. സെൻട്രലി സ്പോൺസേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ്ങിന്റെ ഷെയറിംഗ് ആണ് വരുന്നത്. ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഇത്ര മേജർ ഷെയർ സെൻട്രൽ ഗവൺമെന്റും ഒരു മൈനർ ഷെയർ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെന്റും എടുക്കും. സെൻട്രൽ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും 100% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് പ്രധാനമായിട്ട് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം MP ലാഡ് സ്കീം എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, വിച്ച് വാസ് അനൗൺസ്ഡ് ഇൻ December 1993. അപ്പോൾ നമ്മുടെ എന്താ പറയുക തുടക്കം തൊട്ടിട്ട് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് അസംബ്ലി തൊട്ട് തന്നെ ഇല്ലായിരുന്നു ഈ ഒരു MP ലാഡ് സ്കീം. ശരിക്കും പറഞ്ഞാൽ പിന്നീട് വന്നതാണ്. 1993 ഡിസംബർ ഓൺവേർഡ്സ് ആണ് MP ലാഡ് സ്കീമിന് ഇവിടെ തുടക്കം കുറിച്ചെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു എനേബിൾ MPs ടു റെക്കമെൻഡ് വർക്ക്സ് ഓഫ് ഡെവലപ്മെന്റൽ നേച്ചർ വിത്ത് എംഫസൈസ് ഓൺ ദ ക്രിയേഷൻ ഓഫ് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി അസറ്റ്സ്. അപ്പോൾ ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി അസറ്റ്സ് കൂടുതലായിട്ടും നിർമ്മിക്കുക, അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടുതലായിട്ടും ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി അസറ്റ്സ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് പറയേണ്ടത്. ഇനി ഇത് ഏതൊക്കെ ഏരിയാസിലേക്കായിരിക്കും ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രിങ്കിങ് വാട്ടർ, അതേപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് റോഡ്സ് എക്സെട്ര. അതായത് നമ്മളിപ്പം പലപ്പോഴും കാണാറുണ്ടല്ലോ MB ഫണ്ടിൽ നിന്നും പൈസ എടുത്ത് നിർമ്മിച്ച സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണാറില്ല, ബോർഡൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൈസ ചെലവഴിക്കാനുള്ള ഒരു ഫണ്ടാണ് ഈ MP ലാഡ് സ്കീം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഓരോരോ MPമാർക്കും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിലാണ് ഈ ഒരു പൈസ ചെലവഴിക്കാൻ സാധിക്കുന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക ലോക്സഭ MPസിന്റെ കാര്യത്തിലേക്ക്. ഇനി അടുത്തതാണ് ഇതിന് ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇതിനകത്ത് ഫണ്ട് എടുത്ത് വിനിയോഗിക്കാൻ ചോദിച്ചു
ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോസസ് അണ്ടർ എം പി ലാഡ് സ്റ്റാർട്ട്സ് വിത്ത് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് റെക്കമെൻഡിംഗ് വർക്ക്സ് ടു ദ നോഡൽ ഡിസ്ട്രിക്ട് അതോറിറ്റി. അപ്പോൾ ഒരു എം പിക്ക് തന്റെ കോൺസ്റ്റുവൻസിൽ, ഒരു ലോക്സഭ എം പിക്ക് തന്റെ കോൺസ്റ്റുവൻസിൽ എന്തെങ്കിലും ഒരു വർക്ക് എടുത്ത് ചെയ്യണമെങ്കിൽ ആ വർക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. അത് എം പി ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഈ പറഞ്ഞ പോലെ വർക്ക് നടത്താനുള്ള റെക്കമെൻഡേഷൻ അതായത് ഈ പറഞ്ഞ പോലെ നോഡൽ ഡിസ്ട്രിക്ട് അതോറിറ്റി കളക്ടർ മുഖാന്തരം ഈ പറഞ്ഞ പോലെ ആ ഒരു റെക്കമെൻഡേഷൻ കൈമാറുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ദ നോഡൽ ഡിസ്ട്രിക്ട് കൺസേൺഡ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ദ എലിജിബിൾ വർക്ക്സ് റെക്കമെൻഡഡ് ബൈ ദ എം പി. അങ്ങനെ എം പി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കായിരിക്കും ഉണ്ടാവുക? പിന്നെ ആ ഒരു നോഡൽ ഡിസ്ട്രിക്റ്റിനായിരിക്കും, ബേസിക്കലി ഡിസ്ട്രിക്ട് അതോറിറ്റിക്കായിരിക്കും ബേസിക്കലി ഉണ്ടാവുക. അതായത് ഇന്ന വർക്ക് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എം പി പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കളക്ടറിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും അതിനെ ഈ പറഞ്ഞ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അതോറിറ്റിയെ ബേസിക്കലി കണ്ടുപിടിക്കുകയും ദെൻ പിന്നീട് ആ ഒരു അതോറിറ്റിക്കായിരിക്കും ആ ഒരു വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാവിധ റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ടും കൊടുക്കേണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഫംഗ്ഷൻസ് പറയുവാണെങ്കിൽ ഈച്ച് ഇയർ എം പിസ് റിസീവ് ₹5 crore in 2 installments of 2.5 crore each and these funds are നോൺ ലാപ്സബിൾ എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതിലൂടെ കിട്ടുന്ന തുക ഈ പറഞ്ഞ പോലെ നിലവിൽ പറയുകയാണെങ്കിൽ ₹5 crore ആണ് വരുന്നത്. അതും ഒറ്റ ഇൻസ്റ്റാൾമെന്റ് അല്ല, 2 ഇൻസ്റ്റാൾമെന്റ്സ് എന്നൊരു കാര്യം ഓർക്കണം. എന്തായാലും ഈ തുക നോൺ ലാപ്സബിൾ ആണ്. അപ്പൊ നമ്മൾ ഫണ്ടിന്റെ കാര്യമൊക്കെ പഠിക്കുമ്പോഴേക്കും പലപ്പോഴും നിങ്ങൾക്ക് ഈ വാക്ക് കാണാൻ സാധിക്കും, ഒന്നെങ്കിൽ നോൺ ലാപ്സബിൾ ഫണ്ട് അല്ലെങ്കിൽ ലാപ്സബിൾ ഫണ്ട് എന്ന് കാണാൻ സാധിക്കും. സോ നോൺ ലാപ്സബിൾ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം ലാപ്സബിൾ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും അതിനകത്ത് പൈസ കൃത്യമായിട്ടും തീർന്നു. ഇപ്പം നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ പലപ്പോഴും വരുന്ന തുകകൾ മെജോറിറ്റി പോർഷനും അത് ലാപ്സബിൾ ഫണ്ടുകളായിട്ട് മാറാറുള്ളത്. കാരണം ഈ ഫിനാൻഷ്യൽ അത് ഉപയോഗിച്ച് തീർക്കണം, അടുത്ത വർഷത്തേക്ക് അതിലേക്ക് മിക്ക തുകകളും നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല. നോൺ ലാപ്സബിൾ ഫണ്ട് ആണെങ്കിൽ അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമുക്ക് ക്യാരി ഓവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ലാപ്സബിൾ ഫണ്ട് ആണെങ്കിൽ അത് ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. എം പി ലാഡ് സ്കീമിന്റെ ഈ പൈസയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇത് നോൺ ലാപ്സബിൾ ഫണ്ട് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടും ഓർത്ത് വെച്ചേക്കാം. ഇനി എം പി ലാഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എം പി പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് അതോറിറ്റി, അതായത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് വർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് കളക്ടർ അത് പിന്നീട് ഒരു അതോറിറ്റിക്ക് പറഞ്ഞ പോലെ കൺസേൺ ആയ അതോറിറ്റിക്ക് അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ ആ ഒരു അതോറിറ്റി ആയിരിക്കും ഇത് ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എല്ലാം ഉണ്ടാവുക. ഇതിന്റെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ വരിക മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഈ എം പി ലാഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പൈസകളൊക്കെ റിലീസ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇടപെട്ടിട്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇത്തരത്തിലുള്ള വർക്കുകളെ കുറിച്ചുള്ള സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ സാധിക്കും? RTIs ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. സിറ്റിസൺസ് ക്യാൻ ഫയൽ RTI ടു നോ അബൌട്ട് സ്റ്റാറ്റസ് ഓഫ് വർക്ക്സ് ആൻഡ് ഫണ്ട്. എത്ര പൈസയാണ് ഈ പറഞ്ഞ ചെലവാക്കിയത്, അത് എന്തിനൊക്കെ വേണ്ടി വിനിയോഗിച്ചു, അങ്ങനെ കൃത്യമായിട്ടും RTI റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം സിറ്റിസൺസിന് ആ പൈസയെക്കുറിച്ച് വിവരങ്ങൾ ചോദിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് വ്യക്തമായിട്ട് നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കംഫർട്ടബിൾ വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് നമ്മൾ വാർത്തയിലെ കണ്ടു കാണും, ബംഗ്ലാദേശിൽ ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീന വീണ്ടും അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ദെർ വെർ റൂമേഴ്സ് ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടമായേക്കുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒപ്പോസിഷൻ പാർട്ടിക്ക് അത്രമാത്രം ഇന്ത്യയുമായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല. സോ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് ഒരു പക്ഷേ മോശമായേക്കാം എന്ന രീതിയിലേക്കൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഏതെങ്കിലും പ്രശ്നം വന്നിട്ടില്ല. കാരണം വീണ്ടും ഷെയ്ഖ് ഹസീന തന്നെ അവിടെ നമ്മുടെ ഏജ് ഓൾഡ് ഫ്രണ്ട് തന്നെയാണ്. അങ്ങനെ വീണ്ടും ആ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിലൂടെ പറഞ്ഞു നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് നമ്മൾ നേരത്തെ മുമ്പ് മ്യാൻമാറിന്റെ ഒരു കാര്യം ഈ പറഞ്ഞ ഒരു 1 വീക്ക് മുമ്പ് നമ്മൾ DNA ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 4096 കിലോമീറ്റർ ആണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ബൗണ്ടറി ആയിട്ട് പറയേണ്ടത്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുമായിട്ട് ബംഗ്ലാദേശ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഓക്കെ, ഇത് ഓർത്തിരിക്കണം, പ്രിലിംസിന് ആവശ്യമായിട്ട് വന്നേക്കും. ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഓക്കെ, ദെൻ ഇന്ത്യസ് റിലേഷൻ ബംഗ്ലാദേശ് ട്രഡീഷണലി കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് ഈ 3 രീതിയിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ബംഗ്ലാദേശുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള രാജ്യമാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ അത് കൾച്ചറലിയും സോഷ്യലിയും എക്കണോമിക്കലും ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇപ്പുറത്ത് നിങ്ങൾക്ക് മാപ്പ് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ബൗണ്ടറീസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബൗണ്ടറി സ്റ്റേറ്റ്സും കാണാൻ സാധിക്കും. അതേപോലെ മണിപ്പൂർ ഈ പറഞ്ഞ പോലെ മിസോറാം, ത്രിപുര, മേഘാലയ, ദെൻ ആസാമിന്റെ പോർഷൻസ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ മാപ്പിനകത്തൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു നെയ്ബറിംഗ് കൺട്രിയാണ് ബംഗ്ലാദേശ്. ഓൾമോസ്റ്റ്
4,000 കിലോമീറ്റർ ഉണ്ടെന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇതിനകത്ത് ഏരിയ ഓഫ് കോപ്പറേഷൻസ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഏരിയാസ് ഓഫ് കോപ്പറേഷനും അതേപോലെ ഇഷ്യൂസ് നിൽക്കുന്ന എവിടേക്കാന്നുള്ള പോയിന്റ്. അപ്പം ഏരിയാസ് ഓഫ് കോപ്പറേഷനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഫസ്റ്റ് ഏരിയ, പ്രധാനപ്പെട്ട ഒരു ഏരിയ കോപ്പറേഷൻ ആണ് കണക്ടിവിറ്റി. ഓക്കെ, കണക്ടിവിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇന്ത്യസ് നെയ്ബർഹുഡ് പോളിസി ഹാസ് ഫോക്കസ്ഡ് ഓൺ ബംഗ്ലാദേശ് വിച്ച് ഹാസ് എമർജ്ഡ് ആസ് എ കീ ഇന്റർലൊക്കേറ്റർ ഇൻ ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസി. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ റിലേഷൻ IR പോളിസിയാണ് ആക്ട് ഈസ്റ്റ് പോളിസി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് നമ്മൾ ആർക്ക് കൊടുത്തിരിക്കുന്നത്, ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ബിംസ്റ്റെക്കിനകത്ത്, ബിംസ്റ്റെക് എന്ന് പറയുമ്പോൾ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയും. ബേ ഓഫ് ബംഗാളിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് BBA എന്ന് പറയുമ്പോഴേക്കും ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവും ആക്ടിസ്റ്റ് പോളിസി ഒക്കെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതേപോലെ തന്നെ റീസെന്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ അഖോര അഗർത്തല റെയിൽ ലിങ്ക്, അതേപോലെ പത്മ മൾട്ടിപർപ്പസ് ബ്രിഡ്ജസ്, ഇതെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള കണക്ടിവിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ്സ് ആയിട്ടും പറയേണ്ടതാണ്. ദെൻ അടുത്ത പോയിന്റ് ആണ് ട്രേഡിന്റെ കാര്യത്തിൽ. ട്രേഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഇൻ സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ആണ് ബംഗ്ലാദേശ് വിത്ത് ആൻ ആനുവൽ ടേൺ ഓവർ ഓഫ് അറൌണ്ട് $9 ബില്യൺ. $9 ബില്യൺ ഇടപാടുകളാണ് ആനുവലി ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ടു എനേബിൾ മോർ ബംഗ്ലാദേശി എക്സ്പോർട്സ് ടു ഫ്ലോ ഇൻ ഇന്ത്യ, ഡ്യൂട്ടി ഫ്രീ എൻട്രി വാസ് ഗ്രാൻഡഡ് ഇൻ 2011 അണ്ടർ ദ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ സാഫ്ത അഥവാ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ മുഖാന്തരം ഈ പറഞ്ഞ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് എഗ്രിമെന്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഡ്യൂട്ടി ഫ്രീ എക്സ്പോർട്ട് നമുക്ക് നടത്താൻ സാധിക്കും. അതായത് ബംഗ്ലാദേശ് ഇങ്ങോട്ടേക്കാണെങ്കിലും ഡ്യൂട്ടി ഫ്രീ ആയിട്ട് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അതൊക്കെ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിനെ വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഘടകങ്ങളായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്നാൽ ഇതൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് കുറച്ച് കൺസേൺസ് മുന്നിൽ നിൽപ്പുണ്ട്. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡും മൈഗ്രേഷൻസും. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം അന്ന് നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ക്ലാസ്സിൽ മ്യാൻമാറുമായിട്ടുള്ള ഒരു DNA ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മ്യാൻമാറുമായിട്ട് നമുക്ക് അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് വളരെ പോറസ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. മീൻസ് വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡറും കാര്യങ്ങളും അല്ല അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ഒരു അത്യാവശ്യം പോറസ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഇല്ലീഗൽ ട്രേഡും മൈഗ്രേഷൻസും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളൊരു പോയിന്റ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ബംഗ്ലാദേശുമായിട്ട് കൺസേൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കോപ്പറേഷൻ ഏരിയസും അതേപോലെ തന്നെ കൺസേൺസും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. കാരണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ILO അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ warns of a rise in unemployment, decline in real wages എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ കീ ആയിട്ട് നോക്കി വെക്കേണ്ട രണ്ട് വാക്കുകളാണ്. ഒന്ന്, എന്താണ് അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതേപോലെ തന്നെ റിയൽ വേജസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് ILO പബ്ലിഷ് ചെയ്യുന്ന വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് എന്നുള്ള റിപ്പോർട്ടിനകത്താണ്. വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ്സ് 2024 റിപ്പോർട്ടിനകത്താണ് ഇന്നലെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടും റിയൽ വേജസിനെ കുറിച്ചിട്ടുള്ള ഡേറ്റാസ് ILO പബ്ലിഷ് ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് പ്രിലിംസിനകത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്, വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് റിലീസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണെന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ഇതിനകത്ത് കീവേഡായ എന്താണ് എംപ്ലോയ്മെന്റും എന്താണ് അൺഎംപ്ലോയ്മെന്റ് ആസ് പെർ ILOയുടെ ഡെഫിനേഷൻ പ്രകാരം എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. സോ അൺഎംപ്ലോയ്മെന്റ് പൊതുവിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് മാത്രം നമുക്ക് അൺഎംപ്ലോയ്മെന്റിനെ പറയാൻ പറ്റത്തില്ല. അൺഎംപ്ലോയ്മെന്റ് ആക്ച്വൽ ഡെഫിനേഷൻ കൊടുത്തിരിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ആൾക്ക് ക്വാളിഫിക്കേഷൻസ്, വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ആൾക്ക് താല്പര്യമുണ്ട്, ആക്റ്റീവ്ലി സെർച്ചിങ് കൂടിയാണ്, ജോലി ചെയ്യാനായിട്ട് ആക്റ്റീവ്ലി സെർച്ചിങ് കൂടിയാണ്, എന്നിട്ടും ആൾക്ക് ജോലി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ആളുടെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അൺഎംപ്ലോയ്മെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് പീപ്പിൾ ഓഫ് വർക്കിംഗ് ഏജ്. അതായത് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമുണ്ടല്ലോ. നമുക്ക് ഇപ്പം ഇന്ത്യയിലാണെങ്കിലും നമുക്ക് എല്ലാ പ്രായത്തിലും ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നിയമപരമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമുണ്ട്. സോ പീപ്പിൾ ഓഫ് വർക്കിംഗ് ഏജ് ഹു ആർ വിത്തൗട്ട് വർക്ക്, അവൈലബിൾ ഫോർ വർക്ക് ആൻഡ് ആക്റ്റീവ്ലി സീക്കിംഗ് എംപ്ലോയ്മെന്റ്. ജോലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ശ്രമിക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ജോലി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിലാണ് നമ്മൾ ആളെ എന്തായിട്ട് വിളിക്കുന്നത്, അൺഎംപ്ലോയിഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരിപ്പോൾ പ്രായം ഏജ് വൈസ് നോക്കിയാൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒരിക്കലും നമ്മൾ എന്തായിട്ട് വിളിക്കത്തില്ല, അൺഎംപ്ലോയിഡ് പേഴ്സൺസ് എന്ന് വിളിക്കാൻ ആസ് പെർ ദിസ് ഡെഫിനേഷൻ പറ്റത്തില്ല എന്നൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് റിയൽ ഇൻകം, അല്ലെങ്കിൽ നമ്മൾ വാർത്ത കണ്ടല്ലോ റിയൽ വേജസ് എന്താണെന്നുള്ളത്. ഇൻഡിവിജ്വലിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് വേജസ് വരുന്നത്. നാഷണൽ ലെവലിൽ നോക്കുമ്പോഴാണ് ഇൻകം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നാഷണൽ ഇൻകം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ GDP ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്തെടുക്കുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ
ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും നമ്മുടെ ഇൻകത്തിന്റെ ബേസിക്കലി പർച്ചേസിംഗ് പവർ കുറയ്ക്കും. കാരണം സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 10,000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കാം. ആ 10,000 രൂപ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 6,000 രൂപയുടെ സാധനങ്ങളായിരിക്കും നമ്മുടെ മേടിക്കുന്നത്. ഓക്കെ, 6,000 രൂപയുടെ സാധനങ്ങൾ മേടിക്കുന്നു, ബാക്കി 4,000 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നാളെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മേടിച്ച അതേ വസ്തുക്കൾ, ഇന്ന് 6,000 രൂപയ്ക്ക് മേടിച്ച അതേ വസ്തുക്കൾ നമുക്ക് നാളെ അതേ എമൗണ്ട് മേടിക്കാൻ പറ്റത്തില്ല. മേ ബി 8,000 രൂപ കൊടുക്കേണ്ടി വരും. സോ നോക്കിയാൽ അപ്പോൾ നമ്മുടെ 10,000 രൂപ നമ്മുടെ ആകെ വരുമാനം ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് 8,000 രൂപ ഈ പറഞ്ഞ പോലെ സാധനം മേടിക്കാൻ പോയി, പിന്നെ നമ്മുടെ കയ്യിൽ മിച്ചം എത്രയേ ഉള്ളൂ, 2,000 രൂപയുള്ളൂ. സോ ഇത് സൂചിപ്പിക്കുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും നമ്മുടെയൊക്കെ വേജസിന്റെ യഥാർത്ഥമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മുൻകാല നാളുകളിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന അതേ അളവിൽ സാധനം മേടിക്കണമെങ്കിൽ ഇപ്പോൾ കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരും. അതാണ് ഇൻഫ്ലേഷൻ വരുമ്പോഴത്തെ പ്രശ്നം. സോ നാഷണൽ ഇൻകത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഫ്ലേഷൻ ആഡപ്പ് ചെയ്ത് പറയുന്ന ഇൻകത്തിനെയാണ് നമ്മൾ നോമിനൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് പറയുക, ഓരോ സമയത്ത് അനുസരിച്ച് ഇൻകത്തിന് പറയുന്നതാണ് നോമിനൽ ഇൻകം. ആ നോമിനൽ ഇൻകത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഫ്ലേഷൻ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് റിയൽ ഇൻകം. റിയൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്താണ് ശരിക്കും മേടിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് റിയൽ ഇൻകം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഇതൊരു വ്യക്തികളുടെ കൺസെപ്റ്റിലേക്ക്, ഒരു ഇൻഡിവിജ്വലിന്റെ കൺസെപ്റ്റിലേക്ക് എടുക്കുമ്പോഴേക്കുമാണ് ആളുടെ നോർമൽ ആയിട്ടുള്ള ഒരു വരുമാനമൊക്കെയാണ് നോമിനൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻകത്തിനെയാണ് നോമിനൽ ഇൻകം എന്ന് പറയുന്നത്. ആ ഇൻഫ്ലേഷനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥമായിട്ട് എന്താണോ വരുമാനം ഉള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ വേജസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ILO പറഞ്ഞിരിക്കുന്ന വാർത്തകൾ പ്രകാരം അൺഎംപ്ലോയ്മെന്റ്, റൈസ് ഇൻ അൺഎംപ്ലോയ്മെന്റ്, ഗ്ലോബലി അൺഎംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ റിയൽ വേജസ് കുറയുക ചെയ്യുന്നത്. അതായത് ഇൻഫ്ലേഷൻ മാർക്കറ്റിലുണ്ട്. സോ ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും റിയൽ വേജസ് എന്ത് സംഭവിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇത് രണ്ടും പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. എപ്പോഴാണ് റിയൽ വേജസ് കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ ആണ് റിയൽ വേജസ് കുറയുന്നത്. പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ റൈസ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ കോവിഡിന്റെ ഒക്കെ സമയത്ത് നിന്നും ഇപ്പം താഴേക്ക് പോയി. ഇപ്പം ആ കോവിഡിന്റെ സിറ്റുവേഷനിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് അത്രയും മോശമല്ല, എന്നാലും ഈ പറഞ്ഞ സ്റ്റിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ള പോയിന്റ് ആണ് ILO പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് ഡെഫിനേഷനും അതേപോലെ റിയൽ ഇൻകത്തിന്റെ പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. റിയൽ ഇൻകം ഈസ് ഹൗ മച്ച് മണി ആൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി മേക്സ് ആഫ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ ഇൻഫ്ലേഷൻ ആൻഡ് ഈ സംടൈംസ് കോൾഡ് as റിയൽ വേജസ് വെൻ റിഫറിംഗ് ടു ആൻ ഇൻഡിവിജ്വൽസ് ഇൻകം. ഇൻഡിവിജ്വൽ ഇൻകം എടുക്കുമ്പോഴാണ് റിയൽ വേജ് എന്ന് പറയുന്നത് എന്നുള്ള പോയിന്റും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.